ഹലോ, വെൽക്കം ടീച്ചേഴ്സ് കെ പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് കെ പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് ഒരു പുതിയ സന്തോഷമുള്ള ഒരു ന്യൂസ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ടീച്ചിങ് ലെവൽ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ലെവൽ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലെങ്കിൽ, ഇതിൽ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കൊക്കെ ഇത് പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേക്കൻസി നോട്ടിഫിക്കേഷനുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് അറിയുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിലൂടെയും ലൈക്കിലൂടെയൊക്കെ അറിയിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചന്വേഷിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം സന്തോഷമുള്ള വാർത്ത എന്ന് പറഞ്ഞ D++B എന്ന് പറയുന്ന DSSSB, ഓക്കെ, ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് ബോർഡ് എന്ന് പറയുന്ന, നമ്മളെപ്പോഴും പറയുന്ന പോലെ RRBയുടെയും KVSന്റെയും NVSന്റെയും EMRSന്റെയും AESന്റെയും ഒക്കെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഏജൻസിയാണ് ഈ D++B എന്ന് പറയുന്നത്, ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കുറെ എക്സാംസുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതൊരു പുതിയ വേക്കൻസി 4/7/2025 പുതിയ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, പുതിയ വേക്കൻസി ഇന്ന് വന്നിരിക്കുന്നതാണ്. ഇന്ന് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അഡ്വർടൈസ് നമ്പർ 1/2025. ഓക്കെ, അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറയാം. ഇതില് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 8 ജൂലൈ 2025, 8/7/2025 മുതൽ 8/7/2025 മുതലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 12 മണി മുതൽ. ക്ലോസിംഗ് ഡേറ്റ് 7/8/2025, അതായത് ഓഗസ്റ്റ്, അതായത് ഏകദേശം ഒരു മാസം. ഓക്കെ, അപ്പം 8-ാം തീയതി മുതൽ തന്നെ നിങ്ങളത് ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അവസാന നിമിഷം വരെ നോക്കിക്കൊണ്ടിരിക്കേണ്ട. ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, അയക്കാൻ താല്പര്യമുള്ളവര്. അപ്പൊ ഏതൊക്കെയാണ് പോസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ, നോട്ടിഫിക്കേഷൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് DSSB D++B എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് ബോർഡിന്റെ വെബ്സൈറ്റിലേക്ക് പോവുകയും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കിത് 8-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ്, ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തീർക്കുകയാണ്. അതിനുശേഷം വേറൊരു വീഡിയോ ഇതിന്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യപ്പെടും. അതായത് ഇതിന്റെ സിലബസ് എന്താണ്, പഠിക്കാനുള്ള സിലബസ് എന്താണ്, ഓരോന്നിന്റെ ടീച്ചിങ്ങിന്റെ ആൻഡ് നോൺ ടീച്ചിങ്ങിന്റെ സിലബസ് എന്താണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണ് എക്സാംസ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓൺലൈൻ ആണ്, CBT മോഡാണ്. നമ്മൾ സാധാരണ എക്സാം പോലെ 200-300 മാർക്കിനൊക്കെയാണ് എക്സാംസ് വരുന്നത്. എല്ലാം 20-20 മാർക്കിനുള്ളതാണ് ഓരോ പാർട്ടും വരുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ മറ്റു എക്സാമുകളൊക്കെ പോലെ തന്നെയാണ്, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ ഇതില് വരുന്നുള്ളൂ. ഓക്കെ, അതില് ഒന്നാമതായിട്ട് മലേറിയ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്, മൊത്തം 37 പോസ്റ്റാണുള്ളത്. ആയുർവേദിക് ഫാർമസിസ്റ്റ്, അപ്പൊ അവരെല്ലാം കേൾക്കണം. ഓക്കെ, ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ കേൾക്കണം. ആയുർവേദിക് ഫാർമസിസ്റ്റ് 8 പോസ്റ്റ്. PGT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഫോർ മെയില്, ഓക്കെ, 4 പോസ്റ്റ്. PGT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഫോർ ഫീമെയില് 3 പോസ്റ്റ്. ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ്, ഇംഗ്ലീഷ് പഠിച്ച ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് നമ്മൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. PGT ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങള് ഇംഗ്ലീഷില് PG ഉള്ളവര്, BEd ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. 64 വേക്കൻസിയാണ്, 64 വേക്കൻസി മെയിലിന്. അതുപോലെ തന്നെ PGT ഇംഗ്ലീഷ് ഫീമെയിൽ മൊത്തം 29 പോസ്റ്റാണ്.
ഓക്കെ 29 പോസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ PGT സംസ്കൃതം മെയില് 6 പോസ്റ്റ്. സംസ്കൃതമൊക്കെ പഠിച്ച ഒരുപാട് പേര് നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ 6 പോസ്റ്റ്. അതുപോലെ തന്നെ PGT സംസ്കൃതം ഫീമെയില് 19 പോസ്റ്റ്. അതുപോലെ തന്നെ PGT ഹോർട്ടിക്കൾച്ചർ പഠിച്ച ഒരു പോസ്റ്റേ ഉള്ളൂ. അതുപോലെ തന്നെ PGT അഗ്രികൾച്ചർ 5 പോസ്റ്റ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ 26 പോസ്റ്റ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ടീച്ചർ പോസ്റ്റുകൾ PGT ഇംഗ്ലീഷ് മെയില്, ഇംഗ്ലീഷ് ഫീമെയില്, സംസ്കൃതം മെയില്, സംസ്കൃതം ഫീമെയില്, ഹോർട്ടിക്കൾച്ചർ ടീച്ചർ, അഗ്രികൾച്ചർ ടീച്ചർ, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടീച്ചിങ് വേക്കൻസികൾ എന്ന് പറയുന്നത്. എല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ മാത്രം PGT അല്ല. പിന്നെ ഇതിന്റെ വേക്കൻസികൾ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. C എന്ന് പറയുന്ന കാറ്റഗറി, അതായത് സാലറി സ്കെയിൽ അനുസരിച്ച് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിനൊക്കെ, അതായത് യൂണിയൻ ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് അപ്ലൈ ചെയ്യുന്നവർക്ക്. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ് ആണ്. ഹെൽത്ത് സർവീസ് പഠിച്ചവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പോസ്റ്റ് ആണ്. അത് പഠിച്ചവർക്കൊക്കെ ഓക്കെ 120 വേക്കൻസികളാണ്. 120 വേക്കൻസികൾ. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്തു വരാം. ഓക്കെ അതുപോലെ തന്നെ ടെക്നീഷ്യൻ സെയിം, ഓപ്പറേഷൻ തിയേറ്റർ 70 പോസ്റ്റ്. ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഫാർമസിസ്റ്റ് ആയുർവേദ 19 പോസ്റ്റ്. അതുപോലെ തന്നെ വാർഡർ ഫീ ഫോർ മെയിലിന് മാത്രമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പോസ്റ്റാണ് നോൺ ടീച്ചിങ് വാർഡറിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവര് മൊത്തം 1676 പോസ്റ്റാണ്. 1676 പോസ്റ്റാണ്. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്നത് 30 പോസ്റ്റാണ്. ബാക്കിയുള്ളത് സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ഒരു പോസ്റ്റ്, സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് മൈക്രോബയോളജി, ഒന്ന് കെമിസ്ട്രി, മൈക്രോബയോളജി, ഓരോരോ പോസ്റ്റ്. മൊത്തം 2119 പോസ്റ്റ്. മൊത്തം 2119 പോസ്റ്റാണ് DSFC വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ എക്സാംസ് ഉടനെ കാണും. ഓക്കെ അപ്പം അധികം സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല, പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ അതിന്റെ ഓരോന്നിന്റെയും സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അതില് ഞാൻ നമ്മുടെ ടീച്ചിങ് ലെവൽ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ മാത്രം പറയാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലോ വാട്സ്ആപ്പ് ചാനലിലോ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ DSSBയുടെ സൈറ്റ് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഓക്കെ ഈ അപ്ലൈ ചെയ്യേണ്ട ഇതിന്റെ അഡ്രസ് ഞാനത് താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PGT ഇംഗ്ലീഷിന്റെ ക്വാളിഫിക്കേഷൻ മെയിൽ ഓർ ഫീമെയിൽ. മെയിലിന്റെ ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് 50% മാർക്ക്. അതുപോലെ B.Ed വേണം. ഓക്കെ ബാക്കി മറ്റൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി മതി. ഇന്റഗ്രേറ്റഡ് പഠിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം PGT കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണ്ട, CTET-ന്റെ ആവശ്യകതയില്ല. CTET എന്ന് പറയുന്നതിന്റെ ആവശ്യകത PGTക്ക് ആവശ്യമില്ല. CTET, KTET, നെറ്റ്, സെറ്റ് ഇതൊന്നും PGTക്ക് ആവശ്യമില്ല. ജസ്റ്റ് PG പ്ലസ് B.Ed ആണ് ഇതിന്റെ ആവശ്യകത. രണ്ടിനും 50% മാർക്ക് ഉണ്ടായിരുന്നാൽ മതി. 50% മാർക്ക് ഉണ്ടായിരുന്നാൽ മതി. CTET-ന്റെയോ KTET-ന്റെയോ നെറ്റിന്റെയോ സെറ്റിന്റെയോ ആവശ്യമൊന്നുമില്ല. ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചവർക്കും സംസ്കൃതം പഠിച്ചവർക്കും ഒക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതുപോലെ ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ പഠിച്ചവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പേ ബാൻഡ് സ്കെയിൽ എന്ന് പറയുന്നത് ഇത് ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. പേ ബാൻഡ് സ്കെയിൽ എന്ന് പറയുന്നത് 47,600, 1,51,000. ഓക്കെ ലെവൽ 8 ആണ്. ഗ്രൂപ്പ് B ആണ്, നോൺ മിനിസ്റ്റീരിയൽ ആണ്. പിന്നെ അതുപോലെ തന്നെ ഏജ് അതായത് 30 ഇയർ ആണ്. 30 വയസ്സാണ് ഏജ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് നമ്മുടെ മറ്റുള്ള KVS-ന് NVS-നെ പോലെയുള്ള ഒരു ഏജ് റിലാക്സേഷൻ ഇവിടെ കിട്ടുന്നില്ല. ഒരു സ്പെസിഫൈ തന്നെ പറയുന്നുണ്ട്. പിന്നെ കുറെ റിലാക്സേഷൻസ് ഉള്ളത് ഇപ്പം ഗവൺമെന്റ് സർവൻസ് ആണെങ്കിൽ 5 വർഷം, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ. അതുപോലെ തന്നെ
SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBCക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓരോന്നിനും എത്രയാണെന്നുള്ള പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അൺറിസർവ്ഡ് ഇപ്പൊ PGT ഇംഗ്ലീഷ് മെയിൽ ആണെങ്കിൽ അൺറിസർവ്ഡ് 46 പോസ്റ്റ് ആണ്. OBC 2, SC 9, ST ഇല്ല, EWS 7, ടോട്ടൽ 64 പോസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 29 പോസ്റ്റ് ഫീമെയിലേക്ക് വരുമ്പോൾ അൺറിസർവ്ഡ് 12, OBC 12, SC ഇല്ല, ST ഇല്ല, EWS 5, ടോട്ടൽ 29. ഓക്കെ, അപ്പം അതാണ് ഇംഗ്ലീഷിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏജ് ലിമിറ്റ് ഇത് തന്നെയാണ്, ഞാൻ ഈ പറഞ്ഞ തന്നെയാണ്. റിലാക്സേഷൻ ഉണ്ട്, 30 വയസ്സാണെങ്കിൽ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സംസ്കൃതത്തിന്റെ കാര്യം സെയിം ഇത് തന്നെയാണ്. മാസ്റ്റർ ഡിഗ്രിയും BEd ആണ് വേണ്ടത്. അതുപോലെ PGT സംസ്കൃതം. ഹോർട്ടിക്കൾച്ചറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അത് മാസ്റ്റർ ഡിഗ്രി ആണ്. PGT ആണല്ലോ എല്ലാം വിളിച്ചിരിക്കുന്നത്. PGTക്ക് എല്ലാത്തിന്റെയും മാസ്റ്റർ ഡിഗ്രിയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ BEd ആണ് വേണ്ടത് കേട്ടോ. മാസ്റ്റർ ഡിഗ്രിയും BEd ആണ്. PGT അഗ്രികൾച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും മാസ്റ്റർ ഡിഗ്രിയും BEd ആണ് വേണ്ടത്. പേ സ്കെയിൽ എല്ലാം സെയിം ആണ്. എല്ലാത്തിന്റെയും പേ സ്കെയിൽ സെയിം ആണ്. ഇനി നെക്സ്റ്റ് ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ, അതാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ആയിട്ട് പിന്നെ വരുന്നത്. ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ എന്ന് പറയുന്നതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്ക് നോക്കാം. വേക്കൻസി നമുക്ക് നോക്കാം. അപ്പൊ 26 വേക്കൻസികള്. അൺറിസർവ്ഡ് 8, OBC 9, SC 5, ST 1, EWS 3. ഓക്കെ, അതിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന്റെ ക്വാളിഫിക്കേഷൻ PG വേണ്ട, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡൊമസ്റ്റിക് സയൻസ് ഓർ ഹോം സയൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പം നമുക്ക് ഇവിടെ കേരളത്തിൽ ഡൊമസ്റ്റിക് സയൻസ് എന്നും പറഞ്ഞൊരു സയൻസ് ഇല്ല, പക്ഷെ നമുക്കിവിടെ ഹോം സയൻസ് ഉണ്ട്. ഹോം സയൻസ് പഠിച്ചവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ വിത്ത് ഡൊമസ്റ്റിക് ഓർ ഹോം സയൻസ് ആസ് എ ടീച്ചിങ് സബ്ജക്ട് BEd, അതായത് ഹോം സയൻസിലോ ഡൊമസ്റ്റിക് സയൻസിലോ ഉള്ള ഡിഗ്രി പ്ലസ് അതിന്റെ BEdമാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഇതില് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം അവർ ചില പോസ്റ്റിൽ പറയുന്നത്, നിങ്ങൾ സെക്കൻഡറി ലെവലിൽ 10 വരെ ഹിന്ദി പഠിച്ചിട്ടുള്ളവർക്ക്, ഹിന്ദി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്ക്, 10 വരെയോ +2 വരെയോ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് കുറച്ച് എന്താ പറയാ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നുണ്ട്. ബാക്കി സർജിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മെട്രിക്കുലേഷൻ ആണ്. പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കോഴ്സ് പഠിച്ചവർക്കാണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടീച്ചിങ് മറ്റ് നമ്മുടെ ഏരിയയിലല്ലാത്ത മറ്റ് നോൺ ടീച്ചിങ് പോസ്റ്റുകൾ. ഇനി നമുക്ക് ഇതില് നോൺ ടീച്ചിങ് ആയിട്ട് വാർഡനാണുള്ള ഏറ്റവും കൂടുതൽ 1600ഓളം പോസ്റ്റുകളുണ്ട്. വാർഡന്റെ പോസ്റ്റ് അതിൽ മെയിലിനെ സംബന്ധിച്ചിടത്തോളം 1679 പോസ്റ്റാണ്. 1679 പോസ്റ്റാണ് മെയിൽ വാർഡനെ വിളിച്ചിരിക്കുന്നത്. 680 അൺറിസർവ്ഡ്, OBC 452, SC 252, ST 125, EWS 167 പോസ്റ്റുകളാണ്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിച്ചോ. നിങ്ങൾ 10ാം ക്ലാസ്സും +2 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഫിസിക്കൽ മെഷർമെന്റ് ഇവിടെ പറയുന്നുണ്ട്. ഹൈറ്റ് 170 സെന്റിമീറ്റർ, റിലാക്സബിൾ ബൈ 5 സെന്റിമീറ്റർ, അതായത് 165. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ 5 സെന്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്, അതായത് 165. ചെസ്റ്റ് നോർമൽ 81 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ റിലാക്സേഷൻ മറ്റുള്ള കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അതാണ് ജസ്റ്റ് +2 പാസ്സായാൽ മതി. നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ്. 1676 വേക്കൻസിയിലുള്ള പോസ്റ്റ് ആണ് ഈ വാർഡൻ ഫോർ മെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്.
മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അർത്ഥം. ഓക്കെ. PT 1200 മീറ്റർ റേസ് ഇൻ 6 minutes, 13 feet ലോങ് ജമ്പ്. ഫിസിക്കൽ ഉണ്ട് കേട്ടോ, ഫിസിക്കൽ ഉണ്ട്. ഏജ് വൈസ് അതായത് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാതില്ല കേട്ടോ, 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് എന്ന് പറയുന്നത് 40 വയസ്സ് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഓരോ ഏജിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അതുകൂടെ നിങ്ങൾ ഇവിടെ പഠിക്കുക, നോക്കുക. സ്കെയില് 21,700, 69,100, അതായത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. ഓക്കെ, നോൺ മിനിസ്റ്റീരിയൽ ആണ്, നോൺ ഗസറ്റഡ് ആണ്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ഏജ് 18, 27 ആണ് പറയുന്നത്. ബാക്കി റിലാക്സേഷൻ ഉണ്ട്, അത് നോക്കുക. പിന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ മൊത്തം 30 പോസ്റ്റ്. അത് നിങ്ങൾ ലബോറട്ടറി MLT പഠിച്ചവർക്ക് അല്ലെങ്കിൽ BSc MLT ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അത് കൂടാതെ അതല്ലല്ലോ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് കെമിസ്ട്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇക്വലന്റ്, 2 year experience in chemical laboratory sampling analysis of water, sewage, effluent, etc. preparation agents. ഓക്കെ, അപ്പൊ നോക്കിയോണേ, ലബോറട്ടറി അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ MLT-യോ ഒന്നും അല്ല, ഒന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് ഒരു സയൻസ് ഡിഗ്രി, സുവോളജി ആയിരുന്നാലും ബോട്ടണി ആയിരുന്നാലും, അപ്പൊ സുവോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം, ബോട്ടണിക്കാർക്ക് അപ്ലൈ ചെയ്യാം, കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം, ഫിസിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഞാൻ ഈ പറയുന്നത് നമ്മുടെ കേരള ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് നിങ്ങൾ കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട്, കെമിസ്ട്രി ഓക്കെ, കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് കൂടിയുള്ള ഒരു സയൻസ് ഡിഗ്രി, നിങ്ങൾ പഠിച്ചിരിക്കുന്ന സയൻസ് ഡിഗ്രിയിൽ കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. അത് സുവോളജി ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോടെക്നോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സ് ആയിക്കോട്ടെ, സ്റ്റാറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന സയൻസ് ഡിഗ്രിയിൽ കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലബോറട്ടറി ടെക്നിക് അപ്ലൈ ചെയ്യാം. കൂടാതെ അത് പഠിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലുള്ള 2 year എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആ എക്സ്പീരിയൻസ് അത് ഏതാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലബോറട്ടറി സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് വാട്ടർ, സീവേജ്, ഫ്ലൂവൻസ് എക്സെട്ര. ഓക്കെ, സ്റ്റെറിലൈസേഷൻ, ലാബോറട്ടറി വേസ്റ്റ്, അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 18-27 ഏജ്. സ്കെയിൽ എന്ന് പറയുന്നത് 29,200, 92,300 ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. ഓക്കെ, ബാക്കി സീനിയർ കെമിസ്ട്രി, സയന്റിഫിക് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് മൈക്രോബയോളജി പോസ്റ്റ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. ഇനി നിങ്ങൾ ഇത് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനും ഒക്കെ നിങ്ങൾക്ക് കയറാവുന്ന അഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്, dssbonline.nic.in. ഓക്കെ ഓക്കെ ഓക്കെ, ഈ ഒരു അഡ്രസ്സിൽ കയറി കഴിഞ്ഞാൽ, ഇനി അഡ്രസ് ചോദിച്ചാലും വേറെ തീർച്ചയായിട്ടും ഞാനിവിടെ പറയുന്നുണ്ട്. അഡ്രസ് DSB_online.nic.in. ഇതിൽ കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ടത് 8-ാം തീയതി മുതലാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫീസ്, ഇനി ഫീസ് സ്ട്രക്ചർ ആണ്. ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് ഫീസ് കേട്ടോ, 100 രൂപയാണ് ഫീസ്. ഇനി വുമൺ കാൻഡിഡേറ്റ്സ്, സ്ത്രീകൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സ്ത്രീകൾക്ക് ഓക്കെ, വുമൺസിന്, പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ല. അതുപോലെ തന്നെ SC ST PWD കാൻഡിഡേറ്റ്സിനൊന്നും എന്തില്ല, ഫീസ് ഇല്ല. അപ്പൊ നോക്കിക്കോണ്ടേ, വുമൺസിന്, ജെന്റ്സിന് മാത്രമേ ഫീ ഉള്ളൂ. ഇതിനെല്ലാത്തിനും ലേഡീസ് ആണ് ഇത്രയും പോസ്റ്റുകൾക്കെല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പൈസയും കൊടുക്കണ്ട, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന്റെ ഈ പരീക്ഷയുടെ എക്സാമിനേഷൻ സ്കീംസ് ഒക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓരോന്നിന്റെയും എക്സാമിനേഷൻ സ്കീം: ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എബിലിറ്റീസ്, അരിത്തമെറ്റിക്കൽ ന്യൂമറിക് എബിലിറ്റീസ്, ടെസ്റ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. അത് ഓരോ പോസ്റ്റിന്റെയും സിലബസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെയ്യാം, കാരണം വീഡിയോ ലെങ്ത് കൂടി പോകും. ഓക്കെ,
അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയമുണ്ട്, 8-ാം തീയതി സമയമുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഈ മുകളിൽ പറഞ്ഞ അഡ്രസ്സിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക, എടുത്ത് കൃത്യമായിട്ട് ഇത് വായിച്ചു നോക്കിയതിനു ശേഷം 8-ാം തീയതി മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള അപ്ഡേഷൻസ് എല്ലാം കറക്റ്റ് തന്നോളാം. ഇവിടെ റിസർവേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. SC/STക്ക്, അതായത് ഗ്രൂപ്പ് ബി പോസ്റ്റും സിക്ക്, ബിയും സിയിലേ ഉള്ളൂ, സെയിം എല്ലാത്തിനും സെയിം തന്നെയാണ്. SC/STക്ക് 5 വർഷം റിലാക്സേഷൻ, OBC 3 വർഷം, PWD 10 വർഷം, PWD SC/ST ആണെങ്കിൽ 15 വർഷം, PWD OBC ആണെങ്കിൽ 13 വർഷം കേട്ടോ, PWBD. ഓക്കെ, പിന്നെ എക്സെപ്ഷണൽ ആയിട്ടുള്ള മറ്റ് ഗ്രൂപ്പ് സി പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് SC/STക്കൊക്കെ വേറെ റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വാർഡന്റെ പോസ്റ്റിലൊക്കെ ഇല്ലേ, അപ്പൊ 45 years SC/ST, 43 years OBC, അങ്ങനെ കുറച്ച് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. അത് വായിച്ചു ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള അടുത്ത മെമ്മോറണ്ടം ആണ്. ആ നോട്ടിഫിക്കേഷന്റെ ഒറിജിനൽ മെമ്മോറണ്ടം ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ തയ്യാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, BSc അഗ്രികൾച്ചർ പഠിച്ചവര്, ഹോർട്ടിക്കൾച്ചർ പഠിച്ചവര്, അതായത് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സംസ്കൃതം, അതുപോലെ തന്നെ വാർഡൻ, അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ്, ഇതൊക്കെ, പിന്നെ ഡൊമസ്റ്റിക് ടീച്ചർ, BSc ഹോം സയൻസ് പഠിച്ചവർക്കൊക്കെ ഒരു ഹൈ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, BSc ഹോം സയൻസിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ടീച്ചർ, ഡൊമസ്റ്റിക് ടീച്ചർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ അവർക്കൊക്കെ ധാരാളം ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെയോ വിളിച്ചോ ചോദിക്കുക, തീർച്ചയായിട്ടും മറുപടി വരുന്നതായിരിക്കും. ദയവ് ചെയ്ത് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചു നോക്കി മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, DSSP അറിഞ്ഞില്ലാത്തവര്, അതായത് DSSP ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഓൾ ഇന്ത്യ ലെവലിലാണ് വിളിക്കുന്നത് എല്ലാ എക്സാമുകളും. ഓക്കെ, നോർമൽ ആയിട്ടുള്ള PGT, TGT, PRT എക്സാം ഇപ്പം ചിലത് കഴിഞ്ഞു, ചിലത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അടുത്തുടനെ വിളിക്കുകയും ചെയ്യും. ഓക്കെ, അതിന്റെ ഒരു പാർട്ടാണ് ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇത്രയും പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ മിസ് ആക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, സംസ്കൃതം, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ടീച്ചർ, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ ഒക്കെ പഠിച്ചവർ, അതുപോലെ വാർഡൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ, നോൺ ടീച്ചിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവര്, ലബോറട്ടറി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർ. പിന്നെ ഞാനിവിടെ ആദ്യം ഒന്നിടണം പറഞ്ഞില്ല, മലേറിയ ഇൻസ്പെക്ടർ, ആയുർവേദിക് ഫാർമസിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ക്വാളിഫിക്കേഷൻ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ എനിവേ ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വീണ്ടും നിങ്ങൾക്ക് അറിയിക്കാം. ഇതിന്റെ പരീക്ഷയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നെഗറ്റീവ് മാർക്കിങ്ങും സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാം. സമയമുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ക്ലാസ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ താഴെയുള്ള നമ്പറിൽ വിളിച്ചു ചോദിക്കുകയോ, താഴെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, എനിവേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.